മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27. യൂദായുടെ അന്ത്യം. അതിരാവിലെ എല്ലാ പുരോഹിതമുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും ചേർന്ന് യേശുവിനെ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കണമെന്ന് പദ്ധതിയിട്ട് അദ്ദേഹത്തെ ബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി റോമൻ ഭരണാധികാരിയായ പീലാത്തോസിന് കൈമാറി. യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദാ അറിഞ്ഞപ്പോൾ അതിദുഃഖിതനായി തീർന്നു. അയാൾ ആ 30 വെള്ളിനാണയങ്ങൾ പുരോഹിത മുഖ്യന്മാർക്കും സമുദായ നേതാക്കന്മാർക്കും തിരികെ നൽകിക്കൊണ്ട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്തു വേണം, അത് നിന്റെ കാര്യം എന്നവർ മറുപടി പറഞ്ഞു. യൂദാ ആ നാണയങ്ങൾ ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പോയി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. പുരോഹിതമുഖ്യന്മാർ ആ നാണയങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട്, ഇത് രക്തത്തിന്റെ വിലയാകുകയാൽ ദൈവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നു പറഞ്ഞ് ആ പണം കൊണ്ട് വിദേശികളെ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനത്തിനായി കുശവന്റെ നിലം വാങ്ങാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ആ സ്ഥലം ഇന്നും രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 1. അന്നൊരിക്കൽ അവിടെ കൂടിയിരുന്ന ഏകദേശം 120 പേർ വരുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പത്രോസ് ഇങ്ങനെ പറഞ്ഞു: സഹോദരങ്ങളെ, യേശുവിനെ അറസ്റ്റ് ചെയ്തവർക്ക് വഴി കാണിച്ച യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖേന പ്രവചിച്ചിരുന്ന തിരുവെഴുത്ത് നിറവേറേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. ഞങ്ങളിൽ ഒരാളായി ശുശ്രൂഷയിൽ പങ്കാളിത്തം അവന് ലഭിച്ചിരുന്നു. എന്നാൽ അയാൾ ചെയ്ത അന്യായത്തിന്റെ പ്രതിഫലം കൊണ്ട് യൂദാ ഒരു വയൽ വാങ്ങി. അതിൽ തന്നെ തലകീഴായി വീണ് നടുവ് തകർന്ന് അവന്റെ ആന്തരികാവയവങ്ങൾ എല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികളെല്ലാം ഇതറിഞ്ഞു. അവർ ആ നിലത്തെ അവരുടെ ഭാഷയിൽ അക്കൽദാമ എന്ന് വിളിക്കാൻ തുടങ്ങി. രക്തത്തിന്റെ വയൽ എന്നാണ് ഇതിനർത്ഥം. അയാളുടെ വാസസ്ഥലം വിജനമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അയാളുടെ നേതൃസ്ഥാനം മറ്റൊരാൾ സ്വീകരിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ബൈബിൾ യൂദാസിന്റെ മരണത്തെക്കുറിച്ച് 2 പ്രധാന വിവരണങ്ങൾ നൽകുന്നു. മത്തായിയുടെ സുവിശേഷം, യേശുവിനെ ഒറ്റുകൊടുത്തതിൽ മനസ്താപം തോന്നിയ യൂദാസ് വെള്ളിക്കാശുകൾ ക്ഷേത്രത്തിൽ വലിച്ചെറിഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രവൃത്തികളുടെ അപ്പോസ്തലന്മാർ ഇവിടെ യൂദാസ് വാങ്ങിയ സ്ഥലത്തുവെച്ച് തലകുത്തി വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആ സ്ഥലം രക്തത്തിന്റെ വയൽ എന്നറിയപ്പെട്ടു. 2 വിവരണങ്ങളിലെയും സമാനതകൾ. 2 വിവരണങ്ങളും യൂദാസിന്റെ മരണം അസ്വാഭാവികമായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടും യൂദാസിന്റെ മരണത്തിന് യേശുവിനെ ഒറ്റുകൊടുത്തതിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. 2 വിവരണങ്ങളിലെയും വ്യത്യാസങ്ങൾ. മരണത്തിന്റെ രീതി: ഒന്ന് ആത്മഹത്യയായും മറ്റൊന്ന് അപകടത്തിലൂടെയുമായാണ് പറയുന്നത്. സ്ഥലം: ഒന്ന് ക്ഷേത്രത്തിലും മറ്റൊന്ന് വാങ്ങിയ സ്ഥലത്തുമായാണ് പറയുന്നത്. ഏതാണ് ശരിയെന്ന് നിർണയിക്കാൻ കഴിയുമോ? ബൈബിളിലെ ഈ 2 വിവരണങ്ങളും തമ്മിലുള്ള ചെറിയ വൈരുദ്ധ്യങ്ങൾ കാരണം യൂദാസിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിശ്ചിതമായൊരു ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണ്.